അതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 7 കേസ് കൊടുത്തല്ലോ. അപ്പോൾ ഈ 7 കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരിങ്ങനെ ഇപ്പോൾ ഒരു 10-13 ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെയാണ്. ഞാൻ കംപ്ലീറ്റ് ഞാൻ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പൂങ്കുഴലി മാഡവും അവരുടെ എല്ലാവരുടെ എനിക്ക് അവരെ ഭയങ്കര വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അപ്പീലിന് പോകണ്ട, പുള്ളിക്കാരന് ജാമ്യം കിട്ടിയില്ല മുകേഷിന്. പക്ഷേ ഈ ജാമ്യം കിട്ടുക എന്ന് വെച്ചാൽ ഒരിക്കലും അവർ കുറ്റവിമുക്തനാകുന്നില്ല. അതാർക്ക് വേണമെങ്കിലും ജാമ്യം കിട്ടും എന്നോർത്തുകൊണ്ട് ഞാൻ എൻ്റെ കള്ളക്കഥയാണെന്നും ഒരിക്കലും ആകാൻ പോകുന്നില്ല. അപ്പം ശരിക്കും ആ കേസിൻ്റെ മെരിറ്റ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ട്രയലുണ്ട്. അപ്പം ഇവർക്കെന്ന് വെച്ചാൽ SITക്കാരെന്ന് വെച്ചാൽ മാക്സിമം തെളിവ് അവർ എടുക്കണം. എടുത്തിട്ട് ആ തെളിവ് കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് കേസിൻ്റെ ശരിയും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ കെട്ടിഘോഷിക്കുന്നുണ്ട്, അയ്യോ മുകേഷിന് ബെയിൽ കിട്ടിയല്ലോ, ഓക്കെ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇവർക്ക് അപ്പീലിന് പോവാം SIT. പക്ഷേ അവർ പറയുന്നു ഞങ്ങളുടെ പോകണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇത്രയും വിശ്വസിച്ച് അവരോടൊപ്പം നമ്മൾ നിൽക്കും, കോപ്പറേറ്റ് നിൽക്കുമ്പം ആരോ അവർക്ക് എന്തോ അവർ മേലുദ്യോഗസ്ഥർ വേണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് അവിടെ ഒരു കോൺഫിഡൻസ് നഷ്ടമായി. അവർക്ക് അപ്പീലിന് പോകുമ്പോൾ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പം എനിക്കവിടെ ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം എനിക്ക് എൻ്റേതായ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, സമൂഹ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇച്ചിരി പെയിൻ എടുക്കാൻ റെഡിയാണ്. അപ്പം ഞാൻ അവരുടെ ഒപ്പം ഓടുക, കാരണം എന്നെക്കാളും സ്പീഡാണ് അവർക്ക്. അപ്പം ഞാൻ അവരുടെ ഒപ്പം ഓടി നിൽക്കുക. പക്ഷെ ഇത് വന്നപ്പോഴത്തേക്കും ഞാൻ ആകെ തളർന്നു വരും. അപ്പീലിന് എന്തുകൊണ്ട് പോകുന്നില്ല, എന്തുകൊണ്ട് ഹൈക്കോടതി? ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു, ജഡ്ജ് ഏതോ നേതാവിൻ്റെ CPM നേതാവിൻ്റെ മോളാണെന്നോ അങ്ങനെയൊക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് ഈ വലിയ വലിയ പ്രമുഖന്മാർക്ക് ഇങ്ങനെ ജാമ്യം കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ഇതായിപ്പോയി. പക്ഷേ സെഷൻസ് കോർട്ടിലാണല്ലോ കിട്ടിയതവർക്ക്. അപ്പോൾ എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോകണില്ല? ഹൈക്കോടതിയിലും പോകണമല്ലോ. അപ്പോൾ നമ്മളിപ്പം 15 വർഷത്തോളം ഞാനിത് ഒളിച്ചു വെച്ചൊരു സംഭവമാണ്, മനസ്സിൽ നീറി കൊണ്ടുവരുന്ന സംഭവമാണ്. അപ്പം പിന്നീട് ഞാനിപ്പോൾ ഈ ഓൺലൈനിൽ ഇങ്ങനെ കാണുമ്പം ഹേമ കമ്മിറ്റി പുറത്ത് വരുന്നു, പിന്നെ ഇവർ എല്ലാവരും കിടന്ന് ന്യായീകരിക്കുന്നു. അപ്പോൾ ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ്, ആ ഇൻഫ്ലുവൻസ് ജയിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ പുറത്തോട്ട് വന്ന് നമ്മൾ സത്യങ്ങൾ പറയണം. ഞാൻ വളരെ ബോൾഡായിട്ട് ഞാൻ വന്ന് പറഞ്ഞത് ഇങ്ങനെ തന്നെ സത്യമാണ് ഇത് നടക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ ശേഷം ഇപ്പം 60ഓളം പെൺകുട്ടികൾ ബാംഗ്ലൂരിൽ നിന്നായിട്ടും ചെന്നൈയിൽ നിന്നായിട്ടും ഇവിടെ നമ്മുടെ മലയാള സിനിമയിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്കുണ്ടായ ദുരന്ത അനുഭവം അവർ ഈ അടുത്ത ആഴ്ചക്കുള്ളിൽ അവർ വരാമെന്നും മൊഴി കൊടുക്കാമെന്നും, അതായത് പല ജില്ലകളിലായിട്ട് അവിടെ അവർ റെഡി ആയിട്ടുണ്ട്, മൊഴി കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഹേമ കമ്മിറ്റിയുടെ കുറേ പേജസ് മുക്കിയല്ലോ, ഇതിനകത്തുള്ളതെല്ലാം പ്രമുഖന്മാരാണ്. അപ്പം ഇവരെല്ലാവരും പിടിക്കപ്പെടുന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് അത് മാറ്റി വച്ചിരിക്കുന്നത്. ഇപ്പോൾ റിട്ടയർഡ് ACPയുടെ മകളെ 4 ദിവസമായിട്ട് ഹോട്ടലിൽ പൂട്ടിയിട്ടിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് പീഡിപ്പിച്ചതാരാ? നാഷണൽ അവാർഡ് വാങ്ങിയ ഒരു നടനാണ്. അപ്പോൾ ഇവരൊക്കെയാണ് പുറത്തോട്ട് വരാൻ പോണേ, പ്രമുഖ നടന്മാർ, രാഷ്ട്രീയക്കാർ, വലിയ പോലീസ് ഉദ്യോഗസ്ഥർ. അപ്പോൾ അങ്ങനെയൊക്കെ പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകൾ ഇന്ന് പുറത്തു പറയാൻ വിഷമിക്കാതെ നീറി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഒരു പ്രസ്താവന ചെയ്തത്, ആരായാലും വരണമെന്ന്. പക്ഷെ നമുക്കിപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിൽ ഒരു ശുദ്ധികലാശം നടക്കണം. എന്നിട്ട് നമ്മുടെ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് എല്ലാ സുരക്ഷിതത്വം നമുക്കിവിടെ കിട്ടണം. കാരണം അവർ ഏത് രാത്രിയും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയണം. ഇപ്പം അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്, അത് അവരുടെ ഇഷ്ടം. അത് ഇന്ത്യൻ മഹാരാജ്യമാണ്. അവർക്ക് എങ്ങനത്തെ ഡ്രസ്സ് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം അവർക്കുണ്ട്, ഈക്വലായിട്ട് എല്ലാവർക്കും, അല്ലേ? അതുകൊണ്ട് പെൺകുട്ടികളെ മറ്റുള്ളവരുടെ ഒരു ടോയ് ആണ്, അല്ലെങ്കിൽ അവരുടെ താഴെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നാലേ നിനക്ക് ഈ ജോലിയുള്ളൂ. ഇത് ഈ സിനിമയിൽ മാത്രമല്ല, ഇത് ആശുപത്രികളിലുണ്ട്, സ്കൂളുകളിലുണ്ട്. ഒരു ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്.